ഹലോ, സെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സെയിൽ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു അപ്ഡേഷൻ പറഞ്ഞോട്ടെ. നമ്മൾ ഇന്നലെയും ഇന്നുമായി പെൻഡിങ് ആയിട്ടുള്ള ഒട്ടുമിക്ക പേർക്കും പ്ലാൻസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ ഇന്നത്തെ കൊണ്ട് നമ്മുടെ പെൻഡിങ് ആയിട്ടുള്ളവരുടെ പ്ലാൻസ് പാക്കിങ് കഴിഞ്ഞു എന്നാണ്. അതുപോലെ ഗിഫ്റ്റും അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നൈറ്റാണ്, നമ്മളിപ്പോൾ രാവിലെ ഉച്ചക്കൊക്കെ നമ്മുടെ കൊറിയർ പോയാലും നമുക്ക് നൈറ്റാണ് സ്ലിപ്പ് കിട്ടുന്നത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് നൈറ്റോ നാളെ രാവിലെ 10 മണിക്കോ ആയിട്ട് സ്ലിപ്പ് അയച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ സ്ലിപ്പ് കിട്ടാത്തവരുണ്ടെങ്കിൽ ഓർഡർ എന്തെങ്കിലും വിട്ടു പോയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെ സ്ലിപ്പ് കിട്ടാത്തവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ വാട്സപ്പിൽ. ഇപ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ഒട്ടുമിക്കവർക്കും, അതായത് ഇനിയിപ്പോൾ 20 ദിവസം കംപ്ലീറ്റായി വരുന്നവരെ ഉണ്ടാവുള്ളൂ. ഇതുവരെ 20 ദിവസം കഴിഞ്ഞിട്ട് പെൻഡിങ്ങുള്ള എല്ലാവർക്കും പ്ലാൻസ് അയച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഗിഫ്റ്റിനും പ്ലാൻസ് അയച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് എന്താ കൊടുത്തതെന്നുള്ള വീഡിയോ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് സെയിൽ വീഡിയോ എന്താണെന്ന് നോക്കാം. നിങ്ങൾ കാണുന്ന വിങ്ക റോസാണ് കേട്ടോ. 3 വിങ്ക റോസാണ്. നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്, റോസ് അല്ല കേട്ടോ. കുറച്ച് വ്യത്യസ്തമായിട്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ നമുക്ക് 3 കളർ വിങ്കയാണ്. ഇതിൽ 2 കളർ സെയിം ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നു. പക്ഷേ ആ സെൻറ്ററിൽ ഇരിക്കുന്നത് നമ്മുടെ എന്താ പറയുക, റെഡാണ് കേട്ടോ. ഒരു പിങ്ക് കളർന്ന റെഡ്, നല്ല ഭംഗിയുള്ള റെഡ് കളറാണ്. ഇതാണ് നമ്മുടെ ക്യാമറയുടെ ഒരു ചതി എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ 2 വിങ്ക സെയിം ആയിട്ട് തോന്നും, പക്ഷെ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള നല്ല അടിപൊളി വിങ്ക റോസാണ്. അപ്പം 3 കളറും കൂടി CC ഉൾപ്പെടെ 260 രൂപയാണ് കേട്ടോ. അപ്പോൾ വിങ്ക റോസിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ചില വിങ്കയൊക്കെ ഹൈബ്രിഡ് ആയിട്ടുള്ളതൊക്കെ സീസൺ ആണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഗാർഡനിൽ നിന്ന് കിട്ടിയ അറിവ്. പക്ഷേ ഞാൻ കണ്ടേക്കുന്നത് എപ്പോഴും പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന വിങ്ക റോസാട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഗാർഡനിൽ വിങ്ക റോസ് 2 നട്ടിട്ട് എപ്പോഴും പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്ലവറിങ് പ്ലാന്റ്സൊക്കെ ഞാൻ ഇപ്പോഴാണ് എടുക്കുന്നത്. വിങ്ക റോസൊക്കെ ഇപ്പോഴും എടുക്കുന്നത്. അതുപോലെ ഹാങ്ങിങ് വിങ്ക കിട്ടിയത് മൊത്തം തീർന്നു പോയിട്ടോ. എനിക്കത് വീഡിയോ ഇടണം എന്നായിരുന്നു, ഓൺലൈൻ സെയിൽ വഴി കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഹാങ്ങിങ് വിങ്ക നമ്മുടെ വീടിനടുത്തുള്ള കുറച്ച് ആളുകൾ തന്നെ ബൾക്കായിട്ട് എടുത്തു. കാരണം ഹാങ്ങിങ് വിങ്ക വളരെ ചെറിയ പ്ലാന്റാണ്. അത് ഒരു 3-4 പ്ലാന്റ് ഒരുമിച്ച് കിട്ടിയാലാണ് ഒരു പോട്ടിൽ നട്ട് സെറ്റ് ചെയ്ത് നല്ല ബൾക്കായിട്ട് തോന്നിക്കുള്ളൂ, നല്ല ഭംഗിയിൽ തോന്നിക്കുള്ളൂ. അപ്പോൾ ഒരാൾ തന്നെ കുറച്ച് അധികമൊക്കെ ആയിട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് ഹാങ്ങിങ് വിങ്കയില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഗാർഡനിൽ ഒരു 3-4 പോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഷോർട്ട് വീഡിയോ എന്തിലെങ്കിലും ഇട്ട് കാണിക്കാം. അപ്പോൾ ഈ 3 വെറൈറ്റി, സൂപ്പർ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും കേട്ടോ വിങ്ക. അപ്പോൾ ഈ നല്ല അടിപൊളി പ്ലാന്റ്സിന് 200 കൊറിയർ ചാർജ് ഉൾപ്പെടെ 260 രൂപയാണ് കേട്ടോ. ഇനി നമ്മൾ ആന്തൂറിയത്തിൻ്റെ 2 കളറുകൾ, നമ്മൾ ആന്തൂറിയത്തിൻ്റെ മിക്ക കളറും സെയിൽ ചെയ്യാറുണ്ട്. റെഡ്, ചോക്ലേറ്റ്, അങ്ങനെയുള്ള മിക്ക കളറുകളും സെയിൽ ചെയ്യാറുണ്ട്. ഇതിൽ ആന്തൂറിയത്തിൻ്റെ വൈറ്റ് കളർ എന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞു പൂവല്ല, വലിയ പൂവിൻ്റെ, അതുപോലെ വലിയ ഇലകളോടും കൂടിയ നല്ല ഭംഗിയുള്ള, ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഭംഗി എന്തോരം ഉണ്ടെന്ന്. അതിൻ്റെ ബുഷി പ്ലാന്റാണ്, 2 ഷൂട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ആന്തൂര്യം സെയിൽ ചെയ്തായിരുന്നു, 180 രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഡബിൾ ഷൂട്ട്, അത് ഒരു ഷൂട്ടായിട്ടുള്ള ആന്തൂറിയായിരുന്നു. ഇത് ഡബിൾ ഷൂട്ട് കേട്ടോ. ഒരു പോട്ടിൽ തന്നെ 2 ഷൂട്ടുണ്ട്. നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് ചെയ്ത് 2ആയിട്ട് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കണമെങ്കിൽ ഇങ്ങനെയും വെക്കാം. അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. വൈറ്റ് കളർ നല്ല രസമുണ്ട്. എനിക്ക് എല്ലാ കളറും, കുറച്ചധികം കളറുകൾ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഏറ്റവും സുന്ദരി ഈ വൈറ്റും പിന്നെ വേറൊരു വെറൈറ്റി, അതുകൊണ്ട് ഞാൻ അത് 2ഉം എടുത്തോളൂ. നമുക്ക് റോസും പിന്നെ അധികം പ്ലാന്റ്സ് ഞാൻ എടുത്തില്ലേ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് വെറൈറ്റി എന്ന് തോന്നുന്ന എല്ലാത്തിൽ നിന്നും കുറച്ച് പ്ലാന്റ്സ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആന്തൂറിയത്തിൻ്റെ ഈ ഒരു ബുഷി ആയിട്ടുള്ള പോട്ട് വേണമെങ്കിൽ ഓർഡർ തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ മെസ്സേജ് അയക്കുക. പിന്നെ നമുക്ക് വേറൊരു വെറൈറ്റിയും കൂടി കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ ആന്തൂറിയത്തിൻ്റെ ഒരു കറക്റ്റ് സൈസ് എന്ന് പറയുന്നത്. ഞാനൊന്ന് എടുത്ത് കാണിച്ചു തന്നതാണേ. ഇനി നമുക്ക് വേറൊരു വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ലീഫാണെങ്കിലും ഫ്ലവർ ആണെങ്കിലും കാണാനൊരു പ്രത്യേക ഭംഗിയാട്ടോ. ഒരു പെണ്ണിങ്ങനെ ഡാൻസ് ചെയ്ത് നിൽക്കുന്ന പോലെ, അതായത് ഒരു നല്ല സ്ലിമ്മായിട്ടുള്ള ഒരു സുന്ദരി, എനിക്ക് പെട്ടെന്ന് തോന്നി കേട്ടോ. സ്ലിം ആയിട്ടുള്ളൊരു സുന്ദരിയായിട്ടുള്ള ആന്തൂറിയമാണ്. ഫ്ലവറുകൾ കാണാനും ഇലകൾ കാണാനും പ്രത്യേക ഭംഗിയാണ്.
അപ്പോൾ ഈ ഒരു നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായി, ആ പ്ലാന്റ്സ് ഫുള്ള് ഞാൻ എടുക്കുകയാണ് ചെയ്തത്. അതിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കുറച്ച്, അതായത് ഇൻഡോറുകളാണെങ്കിലും ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിലും ഞാൻ വീഡിയോസ് ഇടുന്നത് കുറവാണ്. കാരണം ഞാൻ കുറച്ച് എടുക്കാറുള്ളൂ. അത് കൊണ്ടുവന്ന് നമ്മുടെ ഗാർഡനിൽ വെച്ചാൽ തന്നെ അടുത്തുള്ളവർ എടുത്തുകൊണ്ട് പോകാറാണ് പതിവ് കേട്ടോ. അല്ലാതെ എനിക്ക് ഓൺലൈൻ സെയിൽ ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് ഇടാൻ പറ്റാറില്ല. പിന്നെ എനിക്ക് ഈ ഒരു വെറൈറ്റി ഓൺലൈൻ സെയിൽ ചെയ്യണത് ഭയങ്കര ഇഷ്ടം. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇലകളാണെങ്കിലും പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. നമുക്ക് ആന്തൂര്യത്തിൻ്റെ റേറ്റൊക്കെ ഏകദേശം അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ട് റേറ്റ് വരുന്നത് 380 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നല്ല അടിപൊളി പ്ലാന്റാണ്, ബുഷിയായിട്ടുള്ള ഡബിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റാണ്. അതുപോലെ തന്നെ വൈറ്റ് ആന്തൂര്യത്തിന് 350 രൂപ, ഇതിന് 380 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതേ നല്ല സൂപ്പറായിട്ടുള്ള പ്ലാന്റാണ്, കണ്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഷൂട്ട് 2 or 3 ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിതിപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കുമെന്ന് എനിക്ക് പ്ലാന്റ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റാണ്, വേണ്ടവരെ ഓർഡർ ചെയ്യാം. അടുത്തത് ഈ ഒരു കലാത്തിയാണ്. കലാത്തിയ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ബുഷിയായിട്ട് പോകുന്ന, കുറച്ച് സ്പേസ് ഒക്കെ വേണം അല്ലേ. കലാത്തിയൊക്കെ ആണെങ്കിലും അഗ്ലോണിമയ്ക്ക് ആണെങ്കിലും നല്ല ബുഷിയായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഈ ഒരു കലാത്തിയ ഉണ്ടോ, ഇതിനധികം സ്പേസ് വേണ്ട, നമുക്കൊരു ചെറിയ പോട്ടിലാണെങ്കിലും ഒക്കെ വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു കലാത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത്, വൈറ്റ് എന്നല്ല, ഏതൊരു പോട്ടിലാണെങ്കിലും ഏതൊരു കളർ പോട്ടിലാണെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു, ഇപ്പോൾ നമ്മൾ റോസൊക്കെ മിനിയേച്ചർ എന്നൊക്കെ പറയും അല്ലേ. ഇപ്പോൾ കലാത്തിയയിൽ തന്നെ എല്ലാം ഒന്ന് വലുപ്പമുള്ള ഇലകളൊക്കെ ആയിട്ട് നിൽക്കുന്ന കലാത്തിയാണ്. ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞു ഇലകളായിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു കവറിൽ തന്നെ നമുക്ക് 3 or 4 പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. നല്ല ബുഷിയായിട്ട് വെച്ചിട്ടുള്ളതാണ്, കവറല്ല പോട്ടിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് സെയിലിനായിട്ടുണ്ട്, ഇത് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ ഈ കലാത്തിയുടെ റേറ്റ് വരുന്നത് 350 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു ഷൂട്ടല്ല, നമുക്കറിയാം ഒരു കലാത്തിയ ഒരു ഷൂട്ടിന് തന്നെ നല്ല പൈസ ഉണ്ടെന്ന് അറിയാം. അതും ചെറിയ പ്ലാന്റിന് കേട്ടോ, കുഞ്ഞു പ്ലാന്റിനൊക്കെയാണ് നല്ല റേറ്റ് ഉള്ളത്. അഗ്ലോണിമയ്ക്കും അതെ, കുഞ്ഞൊരു പോട്ടിലൊക്കെ വരുന്നതിന് 180 രൂപ റേറ്റൊക്കെ വരാറുണ്ട്. ഇതങ്ങനെയല്ല, ഇത് ഈ പ്ലാന്റിൻ്റെ യഥാർത്ഥ സൈസ് ആട്ടോ. ഇത് നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഈ പ്ലാന്റ് ഇത്രയേ ഇലകൾക്ക് വലിപ്പം വയ്ക്കുള്ളൂ. ഇതിന് ബുഷിയായിട്ട് പോട്ട് നിറയെ തിങ്ങി വരുമെന്നേ ഉള്ളൂ. നിങ്ങൾക്കിത് സെപ്പറേറ്റ് ചെയ്ത് വലിയൊരു പോട്ടിൽ വയ്ക്കുവാണെങ്കിൽ അതനുസരിച്ച് ഇതിൽ വീണ്ടും ഇലകൾ വന്ന് ഒന്നുകൂടി ബുഷിയായിട്ട് വളരും. അതല്ല നിങ്ങൾക്കിത് വേർതിരിച്ച് വയ്ക്കണമെങ്കിൽ അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് അതിൽ നിന്ന് എടുക്കാനും പറ്റും കേട്ടോ. അങ്ങനെയുള്ള കലാത്തിയാണ്. ഇനി ഈ ചെത്തി നിങ്ങൾ കണ്ടോ, എപ്പോഴും കുറേ പൂക്കളുണ്ടാവുന്ന നല്ല കാവടി പോലെ അല്ലേ പൂക്കളുണ്ടാവുന്ന ചെത്തിയാണിത്. നമ്മുടെ അമ്പലത്തിലോട്ടൊക്കെ പൂക്കൾ എടുക്കുന്ന ചെത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ ചെത്തിയുടെ തൈകൾ, അതായത് നമുക്ക് 120ൻ്റെ തൈകൾ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. നല്ല ആരോഗ്യമുള്ള തൈകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചെത്തി, ചെമ്പരത്തി ഇങ്ങനെയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സൊക്കെ ഒരുപാട് വാങ്ങുന്നവരുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് ചെമ്പരത്തി കളക്ഷൻസ് ഉണ്ട്, നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മുടെ ഗാർഡൻ്റെ പണികളൊക്കെ നടക്കുവാണ്, അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെമ്പരത്തി കളക്ഷൻസ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചെത്തിയുടെ തൈ എന്ന് പറയുന്നത്, 120 രൂപയാണ് കേട്ടോ. നല്ല ആരോഗ്യമുള്ള അടിപൊളി തൈയാണ്. അപ്പോൾ ഇതിൽ റേറ്റ് ഉൾപ്പെടെയാണ് നമ്മൾ പ്ലാന്റ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. എല്ലാം നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഇതൊന്നും അല്ല, ഇനിയും ഉണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കായിട്ട് ഓരോ വീഡിയോ കൊണ്ടുവന്ന് ഇടുന്നതാണ്. കാരണം നമുക്ക് ഒരുപാട് ഓർഡറുകൾ ഒരുപാട് വരുമ്പോൾ പാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റൊരു സെയിൽ വീഡിയോ ഒക്കെ ആയിട്ട് ഒരുപാട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർഡറുകൾ ബൾക്കായിട്ട് വരും, പാക്ക് ചെയ്യാനും ഇതുപോലെ പെൻഡിങ്ങുകളും വരും. അപ്പോൾ ഞാൻ ഓരോരോ വീഡിയോസ് ഇട്ട് അത് പതുക്കെ പാക്ക് ചെയ്ത് ഒന്ന് ഇതാവുമ്പോൾ അടുത്ത വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല പ്ലാന്റ്സ് അതിൻ്റെ ഇടയിൽ വരും.
അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ്, ക്രിസ്മസ് എന്നാണ് വായിൽ വരുന്നത്, ഗീവ് അവേയുടെയൊക്കെ ഗിഫ്റ്റ് നമ്മൾ അയച്ചു കഴിഞ്ഞ സ്ഥിതിക്ക്, നമ്മൾ അയച്ചിട്ടുള്ള സ്ലിപ്പ് ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ. ഇന്ന് നൈറ്റ് നിങ്ങൾക്ക് സ്ലിപ്പ് കിട്ടും. അപ്പോൾ അയച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ക്രിസ്മസ് വീഡിയോ ഉടനെ തന്നെ വരും. അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും പ്രമാണിച്ചുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക, അടിപൊളി പ്ലാന്റ് ആയിരിക്കും. പിന്നെ ഗീവ് അവേക്ക് ട്രീ റോസ് ഏതാ കൊടുത്തതെന്ന് എല്ലാം ഞാൻ പറയാം കേട്ടോ. നമുക്ക് വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്, അത് നോക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ അപ്ഡേഷനായിട്ടും വന്നതാണ്. നമ്മൾ എല്ലാവർക്കും മെസ്സേജ് ട്രാക്കിംഗ് ഐ ഡി കൊടുത്താൽ മതിയല്ലോ. ഇപ്പോൾ ഓൾറെഡി ചെന്നിട്ട് പ്ലാന്റ് അയച്ചു അങ്ങനെ ഇപ്പോൾ സെയിൽ വീഡിയോ ഇട്ടേക്കുന്ന ടൈമാണ്. അങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ട്രാക്കിംഗ് ഐ ഡി കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതങ്ങ് സെൻഡ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര നേരമായിട്ടും പ്ലാൻ അയച്ചു എന്നുള്ളത് നിങ്ങളോട് പറയാത്ത കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അയച്ചിട്ടുണ്ടെന്നുള്ളതിനുള്ളൊരു അപ്ഡേഷനാണ് നമ്മൾ ഈ വീഡിയോ വഴി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് രാത്രി കിട്ടിയില്ല, സ്ലിപ്പ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ.